ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കുഞ്ഞു മക്കളുടെ ഡ്രസ്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പെൺകുട്ടികളുടെ എൻ്റെ മോൾക്ക് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകൾ, ഡിഫറെൻറ്റ് കളേഴ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കുറച്ച് ഡ്രസ്സുകൾ കാണിക്കാമെന്ന് വിചാരിച്ചു. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണല്ലേ. ആൺകുട്ടികളെക്കാളും ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് പാറ്റേൺസിലും ഡ്രസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സുകൾ കാണാം. ആദ്യത്തത് ഒരു റോംബറാണ്. ഇവിടെ ബട്ടൺസൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൈ തന്നെ നല്ല ഫ്രില്ലൊക്കെ ആയിട്ട് നല്ല വൈഡായിട്ടുള്ള കൈയാണ്. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണത്. ക്യൂട്ടായിട്ട് അധികം കനമൊന്നുമില്ല. കുഞ്ഞുമക്കൾക്ക് ഇട്ട് നടക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡ്രസ്സാണ്. അധികം ഡിസ്കംഫർട്ടബിൾ ഒന്നും ഫീൽ ചെയ്യത്തില്ല, ചൂടൊന്നും എടുക്കില്ല. ഇതിട്ടിട്ടുള്ള എൻ്റെ മോളുടെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. രണ്ടാമത്തെ ഡ്രസ്സ് ഒരു പാർട്ടി വെയർ ആയിട്ടുള്ളൊരു ഫ്രോക്കാണ്. ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു ഫ്രോക്ക്. ഇതിൽ സ്റ്റോൺസൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ്. പക്ഷേ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമക്കൾക്ക് കുറച്ച് ചൂടൊക്കെ എടുക്കും അല്ലേ. കാരണം ചൂട് സമയമാണ്. അപ്പോൾ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇതിട്ട് പോകുമ്പോൾ കുറച്ച് ചൂടൊക്കെ എടുക്കും. പക്ഷെ അവരെ കാണാനായിട്ട് ഇത് ഈ ഒരു വൈറ്റ് കളറിലൊക്കെ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും കുറച്ചൊരു മാലാഖമാരെ പോലെ കുറച്ച് നല്ലൊരു വൈബ്രൻറ്റ് ഫീല് കിട്ടും. നല്ല ക്യൂട്ടായിരിക്കും അല്ലേ കാണാനായിട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ഒരു റോംബർ ടൈപ്പ് തന്നെയാണ്. യെല്ലോ ഒരു ബ്ലൂ കോമ്പിനേഷനാണ്. ഇത് ഡെയിം ലൈക്കൊരു ക്ലോത്താണ് കേട്ടോ. ഇതിൽ റിബണൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിരിക്കും ഇത്. പക്ഷേ ഇവിടെ ബട്ടനൊന്നുമില്ല. നമ്മൾ നിക്കറൊക്കെ ഇടിയിക്കുന്നത് പോലെയുള്ള ഒരു ടൈപ്പുള്ള ഡ്രസ്സാണ്. പക്ഷെ നല്ല രസമായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കാണാനായിട്ട്. ഒരു 3, 4, 5 മാസമൊക്കെ വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടാം. കാരണം കുറച്ച് ചെറുതാണത്. ഇതിൻ്റെ ബനിയനാണെങ്കിൽ കൈ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പഫ് കൈ പോലത്തെ ഒരു ഇതാണ്. നല്ല സ്ട്രെച്ചബിളായിട്ടുള്ളൊരു ബനിയനാണ്. പക്ഷേ അധികം വേറെ വർക്കോ കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിനാണ്. അടുത്ത നെക്സ്റ്റ് വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തെടുത്ത ഒരു ഫ്രോക്കാണ്. മോളുടെ പേര് വിളിക്ക് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് എടുത്ത ഫ്രോക്കാണ്. ഇതിൻ്റെ കൈ ഇങ്ങനെ ഫ്രില്ല് പോലെയാണ് വെച്ചിരിക്കുന്നത്. 2 ബട്ടനുണ്ട്. പിന്നെ അടിയിൽ നമ്മൾ ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോൺസും ഉണ്ട് കേട്ടോ. നല്ല കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. കുറച്ച് ലെങ്ത്തിയാണ് കേട്ടോ. ലെങ്ത്ത് കാരണം കുഞ്ഞുമക്കൾ വളരുവാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ലെങ്ത്ത് കുറച്ചും കൂടി നാളെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡ്രസ്സായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അറ്റം വരെ, ഈ ബാക്ക് സൈഡിൽ അറ്റം വരെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഇവിടം വരെ നമുക്ക് സിബ് ഉണ്ട് കേട്ടോ. സിബ് അവർ അവിടം വരെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടാൻ എളുപ്പമാണ്. കുഞ്ഞുമക്കൾക്ക് നമ്മൾ ഡ്രസ്സൊക്കെ ഇടിയിക്കുമ്പോഴത്തേക്കും കുറച്ച് ഡിസ്കംഫർട്ടബിൾ ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്ന് ഒഴിവാക്കാനായിട്ട് അവർ അറ്റം വരെ സിബ് വെച്ചിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കുറച്ചും കൂടിയും നമുക്ക് ഈസി ആയിട്ട് വിയർ ചെയ്യിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോ, എഗെയിൻ ഒരു യെല്ലോ ആണ്. ഈ യെല്ലോ ഒരു നമ്മൾ ഹക്കോബ മെറ്റീരിയൽ ലൈക്ക് അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു വർക്കൊക്കെ ഉണ്ട്. നല്ല ക്യൂട്ടാണ് കേട്ടോ. ബാക്കിൽ 2 ബട്ടനുണ്ട് ഇടിയിക്കാനായിട്ട്. ഇതും ഒരു ഷോർട്ട് ഡ്രസ്സാണ്. ഒരു 3, 4, 5 മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയൊരു നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ഇട്ടാലും നല്ല ഇങ്ങനെ ഫ്ലെയർ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ചൂടെടുക്കത്തില്ല കേട്ടോ കുഞ്ഞുങ്ങൾക്ക്. നല്ല നെക്സ്റ്റ് ഒരു പിങ്ക് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു നമ്മുടെ നെറ്റാണ് ഫുള്ള് കേട്ടോ. നെറ്റിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു നെറ്റിലുള്ള നെക്ക് വർക്കാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. ഇവിടെ ഒരു ബാക്കിലൊരു ബട്ടനുണ്ട്. പിന്നെ ഇതൊരു ഹൈ നെക്കാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഇട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ. കണ്ടോ, കൈയൊക്കെ ഇങ്ങനെയാണുള്ളത്. കൈയുടെ സൈഡിൽ ജസ്റ്റ് ഒരു ലേസ് വർക്ക് ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. പക്ഷേ കാണാൻ നല്ല രസമാണ്. ഒട്ടും കനമില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലുത്. ഇട്ടിട്ടുണ്ടെന്ന് കുഞ്ഞുമക്ക് തോന്നില്ല മക്കൾക്ക്. അങ്ങനത്തെ ഒരു ഡ്രസ്സാണത്. അത്രയും നല്ലൊരു മെറ്റീരിയലാണത്. നല്ല ഫ്ലെയർ ആയിട്ട് കിടന്നോളും താനും.
ആർക്കും ഇങ്ങനെ ഒരു കുഞ്ഞിന് ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ല, അങ്ങനത്തെ ഒരു ഡ്രസ്സാണേ. നെക്സ്റ്റ് വണ്ണും ഒരു റോംബർ ടൈപ്പാണ്. ഇത് കുറച്ച് കനമുള്ള ടൈപ്പാണ് കേട്ടോ, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഒരു കിളികളുടെ 2 വർക്കുള്ള ഹാൻഡ് വർക്കാണത് ഉള്ള ഒരു ഇതാണ്. ഇത് അടിയിലും ഇതിൻ്റെ ബട്ടനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് കനമുള്ള ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ഇറിറ്റേഷനൊക്കെ തോന്നുന്ന രീതിയിലാണ്. ഇങ്ങനെ ഒരു സിൽക്കി ഫീലുള്ളൊരു ക്ലോത്താണ്. ഇതിൻ്റെ ബനിയൻ കുറച്ച് ചെറുതാണ്. ഇതിൻ്റെയും പഫ് കൈയാണ് വരുന്നത്, പക്ഷെ ഇതിൽ ആ കിളികളുടെ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും ഡ്രസ്സുകളാണ് കേട്ടോ ഇന്ന് കാണിക്കാനുള്ളത്. ഇതിലേത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സസാണ് നിങ്ങൾ വിയർ ചെയ്യാൻ ഇഷ്ടമെന്നും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.